ഹായ് ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യശാസ്ത്രം ക്വസ്റ്റ്യൻ പേപ്പറാണ്. മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് മലയാളം മീഡിയംകാർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇംഗ്ലീഷ് മീഡിയംകാരുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 6ൻ്റെ സെക്കൻഡ് ടേം എക്സാമിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും. നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ഓരോ ചിത്രവും എന്താണെന്ന് എഴുതുക. അപ്പോൾ തന്നിരിക്കുന്ന 3 ചിത്രങ്ങൾ എന്താണെന്ന് നിങ്ങൾ എഴുതുക. നെക്സ്റ്റ്, രണ്ടാമത്തെ ചോദ്യം, സാംസ്കാരിക മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന വാർത്താ തലക്കെട്ടുകളെ പട്ടികയിൽ ക്രമപ്പെടുത്തൂ. നമ്പർ മാത്രം നിങ്ങൾ രേഖപ്പെടുത്തിയാൽ മതി. ആദ്യത്തെ, പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിച്ചു നൽകും. എല്ലാ BPL കുടുംബങ്ങൾക്കും അടുക്കള നവീകരണത്തിന് സർക്കാർ പദ്ധതി. നിറങ്ങൾ വാരി വിതറി മലയാളികളും ഹോളി ആഘോഷിച്ചു. വിദേശ പൗരത്വം നേടുന്ന മലയാളികളുടെ എണ്ണത്തിൽ വർധനവ്. ഹോളിയും ഓണവും ഒരുപോലെ ആഘോഷിച്ച് അതിഥി തൊഴിലാളികൾ. ഈ 5 പോയിന്റും ആന്തരിക ഘടകങ്ങൾ, ബാഹ്യ ഘടകങ്ങൾ എന്നുള്ളതിൽ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കണം? മാർക്ക് ചെയ്ത്. അതായത് ഒന്നാണെങ്കിൽ, ഇപ്പോൾ ആദ്യത്തെ ആണെങ്കിൽ ആദ്യത്തെ ബോക്സ് ഏതാണോ ആ 1 വരുന്നത് അതിൽ 1 ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഈ ബോക്സ് ഒന്ന് ഫില്ല് ചെയ്യുക. മൂന്നാമത്തെ ചോദ്യം, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഭൂപ്രകൃതി സവിശേഷതകളുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റ് പൂർത്തിയാക്കൂ. ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി, ഏറ്റവും ഉയരമുള്ള പർവ്വതം, ഉഷ്ണമഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന നദീതടം, വിശാലമായ പുൽമേടുകൾ. നാലാമത്തെ ചോദ്യം, അന്റാർട്ടിക്കൻ ഭൂഖണ്ഡത്തിന്റെ സവിശേഷതകൾ വ്യക്തമാക്കുക. 5, യൂറോപ്പിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. നെക്സ്റ്റ്, മഹാശിലാ സ്മാരകങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തുകയാണ്. മഹാശിലാ സ്മാരകങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വരുന്നത്, ദക്ഷിണേന്ത്യയിലെ മഹാശിലാ സ്മാരകങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക. പ്രധാന മഹാശിലാ സ്മാരകങ്ങൾ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടകത്തിൽ ഏതാണെന്നും അതേപോലെ ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലാ സ്മാരകങ്ങൾ ഏതാണെന്ന്, ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അടക്കം ചെയ്തിരുന്ന വസ്തുക്കൾ ഏതാണെന്ന്, ഇത്രയും നിങ്ങൾ ഇതിൽ നിന്ന് എഴുതണം. 8, തിണകളുടെ പേരുകൾ എഴുതി പട്ടിക പൂർത്തിയാക്കുക. തിണകളുടെ പേരുകൾ എഴുതിയിട്ട് നിങ്ങൾ പട്ടിക പൂർത്തിയാക്കണം. നമ്മൾ തിണകളുടെ പേരുകൾ കൊടുത്തിട്ടില്ല. ഭൂമിശാസ്ത്ര സവിശേഷതകളും ഉപജീവന മാർഗങ്ങളും കൊടുത്തിട്ടുണ്ട്. പട്ടിക നിങ്ങൾ പൂർത്തീകരിക്കുക കേട്ടോ. തിണയൊക്കെ എന്തായാലും പഠിച്ചിട്ട് പോകണം എക്സാമിന്. 9ാമത്തെ ചോദ്യം, പ്രാചീന തമിഴകം ഭരിച്ച രാജവംശങ്ങളും അവരുടെ തലസ്ഥാനങ്ങളും രേഖപ്പെടുത്തുക. പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന മൂവേന്തർമാർ ആരാണെന്നും അവരുടെ തലസ്ഥാനവും നിങ്ങൾ രേഖപ്പെടുത്തുക. നെക്സ്റ്റ്, 10, പെരുമാൾ ഭരണകാലത്തെ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. 11, കേരളത്തിൽ നിലനിന്നിരുന്നാണ് പ്രധാന നാടുവാഴി സ്വരൂപങ്ങൾ ഏതെല്ലാം എന്ന് എഴുതുക. 12 വർക്ക്ഷീറ്റാണ്. രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമായി. അത് ഫ്രഞ്ച് വിപ്ലവമാണ്. ബാക്കി എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യണം. 4 ഫില്ല് ചെയ്യണം. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏതാണെന്ന് എഴുതുക. ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിത. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിക്കുകയും പാർലമെന്റിന്റെ അധികാരം വർദ്ധിക്കുകയും ചെയ്തു. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ല്. 13, മഹത്തായ വിപ്ലവം. കുറിപ്പ് തയ്യാറാക്കുക എന്താണെന്ന് കേട്ടോ. 14, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമെന്ന് പ്രതിപാദിക്കുക. 15, സംഘകാല സാമൂഹിക ജീവിതത്തെ സമകാലിക സാമൂഹിക ജീവിതവുമായി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. 16, പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന സ്രോതസ്സുകൾ പട്ടികപ്പെടുത്തൂ. അപ്പോൾ 16 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 16 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിലേക്ക് നമുക്ക് നോക്കാം. ആൻസർ കീ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം ആൻസർ കീ ചെക്ക് ചെയ്യുക. ആദ്യ ചോദ്യത്തിന് ആൻസർ വരുന്നത്, ആദ്യം ദേശീയ ചിഹ്നം, ദേശീയ പതാക, ത്രിവർണ്ണ പതാക, ദേശീയ പക്ഷി മയിൽ കേട്ടോ. അപ്പോൾ എന്താണ് ചിഹ്നങ്ങൾ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇത് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നമാണ്. സത്യമേവ ജയതേ എന്ന് തുടങ്ങുന്ന ചിഹ്നം. ദേശീയ പതാക ത്രിവർണ്ണ പതാകയാണ്. ദേശീയ പക്ഷിയായ മയിലാണ്. നെക്സ്റ്റ് വരുന്നത്, രണ്ടാമത്തെ ചോദ്യം, ആന്തരിക ഘടകങ്ങൾ. സാംസ്കാരിക വ്യാപനമാണ് 3ാമത്തെ. അതായത് ഈ ഇതാണ് കേട്ടോ, ഈ 3ാമത്തെയാണത്. അന്യസംസ്കാരം ആർജിക്കൽ 5 ഇതാണ്. സാംസ്കാരിക സ്വാംശീകരണം 4 ഇതാണ്. പാരിസ്ഥിതിക വ്യതിയാനം 1, സാംസ്കാരിക നവീകരണം 2. നെക്സ്റ്റ് വരുന്നത്, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഭൂപ്രകൃതി സവിശേഷതകളുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റ് പൂർത്തിയാക്കൂ. ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി സഹാറ, ഏറ്റവും ഉയരമുള്ള പർവ്വതം കിളിമാഞ്ചാരോ, ഉഷ്ണമഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന നദീതടം കോങ്കോ നദീതടം. കോങ്കോ എന്ന് പറഞ്ഞാൽ ഈ ഗായാണ്. വിശാലമായ പുൽമേടുകൾ സാവന്ന. നെക്സ്റ്റ് വരുന്നത്,
അന്റാർട്ടിക്കൻ ഭൂഖണ്ഡത്തിന്റെ സവിശേഷതയാണ്. ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകളാണ് ഭൂഖണ്ഡത്തെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്നത്. തെക്കേ അമേരിക്കയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്കയിലെ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് അന്റാർട്ടിക് ഉപദ്വീപ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം വിൻസൺ മാസിഫ് ആണ്. ഈ ഭൂഖണ്ഡത്തിൽ നിരവധി അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നു. 5 യൂറോപ്പിന്റെ കേസാണിത് കേട്ടോ. ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപാത്തിയൻ മുതലായ നിരവധി പർവ്വതനിരകൾ യൂറോപ്പിലുണ്ട്. ലോകത്തിലെ നീളമേറിയ നദികളിൽ ചിലതായ ഡാന്യൂബ്, വോൾഗ, റൈൻ മുതലായവ ഒഴുകുന്നത് ഈ ഭൂഖണ്ഡത്തിലൂടെയാണ്. യൂറോപ്പിൽ ഫലഭൂയിഷ്ഠമായ സമതലങ്ങളും പുൽമേടുകളും, കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകൾ സ്റ്റെപ്പി എന്നറിയപ്പെടുന്നു. യൂറോപ്പിന്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ ഫിജോർഡുകൾ അഥവാ ഫിയോർഡുകൾ എന്നറിയപ്പെടുന്ന സവിശേഷ ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ്. 6 മഹാശിലാ സ്മാരകങ്ങളുടെ പേരുകളാണ്. ആദ്യത്തെ തൊപ്പിക്കല്ല്, ഇത് മുനിയറ, കുടക്കല്ല്, കല്ലറ, നാട്ടുകല്ല്. നെക്സ്റ്റ് വരുന്നത് 7 ചോദ്യമാണ്. പ്രധാന മഹാശിലാ സ്മാരകങ്ങൾ കേരളത്തിൽ മറയൂര്, തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂർ, ആന്ധ്രാപ്രദേശിൽ നാഗാർജുനകൊണ്ട, കർണാടകത്തിൽ ബ്രഹ്മഗിരി. പിന്നെ ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലാ സ്മാരകങ്ങളാണ് കുടക്കല്ല്, തൊപ്പിക്കല്ല്, നാട്ടുകല്ല്, മുനിയറ. ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അടക്കം ചേരുന്ന വസ്തുക്കളാണ് ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ. അടുത്തത് തിണകളാണ്. നമുക്ക് 5 തിണകളുണ്ട്. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, കുറിഞ്ചി കാട്, മല, മുല്ലൈ പുൽമേടുകൾ, കുറ്റിക്കാടുകളാണ്. പാലൈ വരണ്ട പ്രദേശം, മരുതം വയൽ പ്രദേശം, നെയ്തൽ തീരപ്രദേശം. നെക്സ്റ്റ് മൂവേന്തർ എന്താണെന്നും അവരുടെ തലസ്ഥാനവുമാണ് പറയാൻ പോണത്. മൂവേന്തന്മാർ ചേരർ, ചോളർ, പാണ്ഡ്യന്മാരാണ്. ചേരന്മാർ ഭരിച്ചിരുന്നത് വാഞ്ചി, ചോളന്മാരുടെ ഉറയൂർ, പാണ്ഡ്യരുടെ തലസ്ഥാനം മധുരൈ. 10 പെരുമാൾ ഭരണകാലത്തെ സാംസ്കാരിക ജീവിതത്തിന്റെ കുറിപ്പാണ് പറയാൻ പോകുന്നത്. കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രമെന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിന്റെ പ്രധാന സ്ഥാപനമായി മാറി. ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു വന്നതിനാൽ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു. വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു. അനുഷ്ഠാന കലകളായ കൂത്തും കൂടിയാട്ടവും ഈ കാലയളവിൽ വികാസം പ്രാപിച്ചവയാണ്. 11 കേരളത്തിൽ നിലനിന്നിരുന്ന പ്രധാന നാടുവഴി സ്വരൂപങ്ങൾ ഏതെല്ലാം എന്നാണ്. കോലത്തുനാട് സ്വരൂപം കണ്ണൂര്, നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോട്, പെരുമ്പടുപ്പ് സ്വരൂപം കൊച്ചി, തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്. 12 ഒരു വർക്ക്ഷീറ്റ് തന്നെയാണ്. ഇതിൽ നമ്മൾ ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൻസർ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. 3 ഹമ്മുറാബിയുടെ നിയമസംഹിത. 4 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ലാസ്റ്റത്തെ മഗ്ന കാർട്ട. മഹത്തായ വിപ്ലവത്തിന്റെ കുറിപ്പാണ് 13. ഉത്തരം വായിക്കാം. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ പാർലമെന്റിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ നിരവധി സംഘർഷങ്ങൾ ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതാണ് CE 1688-ലെ മഹത്തായ വിപ്ലവം. രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കുവാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു. രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ പാർലമെന്റിന്റെ അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് ഇത് വഴിയൊരുക്കി. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് പറയാൻ പോകുന്നത്. പരമാധികാരം, സ്ഥിതി സമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. അപ്പൊ ഇതിന്റെ ഈ ആൻസർ എഴുതുമ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പോയിന്റുകൾ, ഇതിൽ എത്ര മാർക്കിനാണ് ചോദിക്കുന്നതിന് അനുസരിച്ച് ആൻസർ എഴുതുക. ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്ക് 4 മാർക്കിനൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഇതിന്റെ എക്സ്പ്ലനേഷനും കൂടി എഴുതുക. അതും കൂടി ഞാനിവിടെ തന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഇതിപ്പം നമ്മൾ ചോദിച്ചിരിക്കുന്ന ഒരു 4 മാർക്കിനാണ് എങ്കിൽ ഇത് ഫുള്ളായിട്ട് എഴുതേണ്ടി വരും. പരമാധികാരം, സ്ഥിതിസമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. ഇതിൽ കൊടുത്തിട്ടുള്ളതും കൂടി നിങ്ങൾ വായിച്ചു നോക്കുക. നെക്സ്റ്റ് 15 ആണ്. സംഘകാല സാമൂഹിക ജീവിതം സമകാലിക ജീവിതത്തിന് സമാനമായിരുന്നുവെന്ന് പറയാം. സംഘകാല സാമൂഹിക ജീവിതത്തിൽ തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു. സാമൂഹികമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. അതേസമയം സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. തൊഴിലിനെയോ മറ്റു ഘടകങ്ങളെയോ അടിസ്ഥാനമാക്കിയുള്ള വേർതിരിവുകൾ ഇന്നത്തെ സമൂഹം അംഗീകരിക്കുന്നില്ല. ആധുനിക സമൂഹം എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് സ്ത്രീ പുരുഷ സമത്വം നിലനിർത്തുന്നു. 16-ാമത്തെ ചോദ്യം വരുന്നത് പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന സ്രോതസ്സുകളാണ്. സംഘം കൃതികൾ, തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖലൈ. അപ്പോൾ 16 എണ്ണത്തിൻ്റെയും ഉത്തരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയുമാണ് നമ്മൾ ഈ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.